പകർന്ന് സമ്പന്നമാക്കിയവർക്ക് എൻ്റെ വിനീത നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ യുവതലമുറയെ ബാധിച്ച സാംസ്കാരിക മൂല്യച്യുതിയെക്കുറിച്ചും സാമൂഹിക തിന്മകളെക്കുറിച്ചും തുറന്നു കാട്ടാനാണ് ഞാൻ ഇന്നിവിടെ ശ്രമിക്കുന്നത്. അയ്യോ കൊട്ടേഷൻ ടീമുകൾ, അയ്യോ സ്ത്രീ പീഡനക്കാർ, അയ്യോ പെൺവാണിഭക്കാർ. എന്റെ ദൈവമേ, ഈ കേരളത്തിൽ ജീവിക്കാൻ വയ്യാണ്ടായേ. ഞാനാണ് ദൈവം. ഈ കേരളം എന്റേതായിരുന്നു, എന്റെ സ്വന്തം നാട്. പക്ഷെ ഇതിപ്പോൾ എന്റേതല്ല. ഞാൻ ചെകുത്താൻ. കേരളം ഇപ്പോൾ എന്റേതാണ്. ചെകുത്താനാണ്. ഉമ്മ പറയൂ, തീവ്രവാദത്തിന്റെ പേരിൽ പിടിയിലായ ഉമ്മാന്റെ മകൻ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീവ്രവാദം തലയ്ക്ക് വിരിച്ച് മറ്റുള്ളവരെ കൊല്ലുന്നവരെ കൊല്ലാം, കൊല്ലാം, അവരെ കൊല്ലാം. ഇതിനെ കുറിച്ച് പത്രയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ 5 നേരം നിസ്കരിക്കുന്ന വർക്കത്തുള്ള മുസൽമാനാണ്. എന്നാൽ പിറന്ന മണ്ണിനെയും പെറ്റ ഉമ്മാനെയും നശിപ്പിക്കാൻ നടക്കുന്ന ഓനെ പോലുള്ള ശൈത്താന്മാര് ജീവിക്കരുത്. കൊല്ലവരെ കൊല്ലണം. കണ്ടോ കണ്ടോ താന്റെ കളികൾ. നിങ്ങൾക്കറിയുമോ, എന്റെ മകൻ എമ്മെങ്കിൽ എന്നാൽ അവനിപ്പോൾ ഒരു കൊട്ടേഷൻ സംഘത്തിലെ അംഗമാണ്. അതെ, ഞാനൊരു കൊട്ടേഷൻ സംഘത്തിലെ അംഗമാണ്. ആരാണ്? എന്റെ യോഗ്യത നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? MA ഇംഗ്ലീഷിൽ 1ാം റാങ്ക്. ആവോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, സമ്മാനവൽക്കരണം. എന്നെ പോലുള്ളവർക്ക് വേണ്ടി തോന്നുന്നു. എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇതൊക്കെ ചെകുത്താന്റെ ലീലാവിലാസങ്ങൾ. അയ്യോ രക്ഷിക്കണേ, എന്റെ വീരക്കാൻ വീഴുന്നേ, അയ്യോ രക്ഷിക്കണേ. എടാ നിനക്ക് നാണമില്ലേ? പട്ടാപ്പതിൽ നടുറോട്ടിൽ വെച്ച് ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നു. എന്നല്ല പറഞ്ഞത്. ഞാൻ അവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറ റോളിംഗ് ആക്ഷൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പീഡിപ്പിച്ചു. ക്യാമറ റോളിംഗ് ആക്ഷൻ സ്റ്റാർട്ട്. കണ്ടില്ലേ, ഒരു പാവമ്പനെ ഒരു കരുണയുമില്ലാതെ നടുറോട്ടിൽ വെച്ച് പീഡിപ്പിക്കുന്നത് വർഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചാനലും കിട്ടാത്ത എക്സ്ക്ലൂസീവ് വാർത്തയുമായി ക്യാമറാമാൻ കുറ്റപ്പനോടൊപ്പം രാജപ്പൻ മസാല TV. കഴിഞ്ഞ തവണ നിനക്കായിരുന്നല്ലോ പ്രസംഗത്തിന് 1ാം സമ്മാനം. തവണ എന്റെ മകന് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ പോലെ കൊട്ടേഷൻ കൊടുക്കും. അയ്യോ ചേട്ടാ, എനിക്ക് ജീവൻ മാത്രം തിരിച്ചു തന്നാൽ മതി. സമ്മാനമൊന്നും വേണ്ടേ? കണ്ടോ ചെകുത്താന്റെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഞാനായിരിക്കും ഇവിടെ വാഴാൻ പോവുക. കണ്ടില്ലേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ? പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതികരിക്കൂ, ഇല്ലെങ്കിൽ നമ്മുടെ കേരളം നശിച്ച് മൊത്തമായി ചെകുത്താന്റെ കേരളമായി മാറും. പ്രതികരിക്കൂ, ദയവ് ചെയ്ത് പ്രതികരിക്കൂ.